ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ നാം വിശേഷിപ്പിക്കുന്നത് മാധ്യമങ്ങളെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാകുക എന്നതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാത്തത് എന്തുകൊണ്ട്. ശരിക്കും മോദി ആരെയാണ് ഭയക്കുന്നത്? 2014 അധികാരത്തിലെത്തിയത് മുതൽ ഇന്നേ വരെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് തുറന്ന ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനോ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ്. പ്രതിപക്ഷത്തിന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും വിമർശനം ഇന്ന് വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇന്തോനേഷ്യ, ആസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇത് വിവാദമാകാൻ പ്രധാനമായിട്ടും ഒരു കാരണമുണ്ടായിരുന്നു. ന്യൂസിലാൻഡിലെ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാത്തത്? പക്ഷേ അതിന് ഉത്തരം പറഞ്ഞത് നരേന്ദ്രമോദിയല്ല, രാജ്യത്തെ ജനങ്ങൾ എല്ലാം സാധാരണക്കാരാണ്, പ്രധാനമന്ത്രിക്ക് അവരോട് നേരിട്ട് സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വിദേശയാത്ര നടത്തിയാൽ പാർലമെന്റിൽ നമ്മുടെ രാജ്യത്തിന് എന്ത് ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കാറുണ്ട്. പക്ഷേ ഇത്രയും കാലം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിദേശയാത്ര നടത്തിയിട്ടും ഒരു കാര്യവും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അതായത് പാർലമെന്റിനോടും ജനങ്ങളോടും മോഡി അക്കൗണ്ടബിൾ അല്ല എന്നതു തന്നെ പറയാം. എത്ര കാലം ഭരിച്ചു എന്നതല്ല പ്രധാനം, എങ്ങനെ ഭരിച്ചു എന്നതാണ് പ്രധാനം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ മടി കാണിച്ചിരുന്നില്ല. കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദ്യങ്ങൾ നേരിടാൻ അവർ തയ്യാറായിരുന്നു. ഒരു കണക്ക് പരിശോധിക്കാൻ മൻമോഹൻ സിംഗ് 10 വർഷത്തിനിടയിൽ 114 തവണയാണ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് 10 വർഷത്തിനിടയിൽ ഓരോ വർഷവും 10 തവണ കണ്ടു എന്നത് കണക്കാക്കാം. മറ്റൊന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം 75 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് രാജീവ് ഗാന്ധി 65 തവണയാണ് കണ്ടത്. അതായത് അന്നത്തെ കാലത്ത് അത്രയധികം മാധ്യമങ്ങൾ പ്രചാരമല്ലെങ്കിലും 65 തവണ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്തിനേറെ തന്നെ പറയണം, മോദിയുടെ സന്തത സഹചാരിയായ അടൽ ബിഹാരി വാജ്പേയി 55 തവണ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. 6 വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. മറ്റൊരു പ്രധാന കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, അതായത് 180 രാജ്യങ്ങളുടെ കണക്കാണ് അതിൽ എടുത്തത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 157 ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൺ വേ കമ്മ്യൂണിക്കേഷൻ അഥവാ ഏകപക്ഷീയമായ ആശയവിനിമയമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത്, പൊതു റാലികൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ജനങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കുന്നില്ല. ചില പ്രമുഖ ചാനലുകൾക്ക് അദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ മാത്രമുള്ള സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. കർഷക സമരം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മണിപ്പൂർ സംഘർഷം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ രാജ്യത്തെ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. 2023 അമേരിക്ക സന്ദർശനത്തിനിടെ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഒരു വിദേശ മാധ്യമ പ്രവർത്തക ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചിരുന്നു. ജനാധിപത്യം തങ്ങളുടെ DNA-യിൽ ഉള്ളതാണെന്നതായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി. എന്നാൽ സ്വന്തം നാട്ടിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ തദ്ദേശീയരായ മാധ്യമപ്രവർത്തകർക്ക് എന്തുകൊണ്ട് അവസരം നൽകുന്നില്ല എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. എന്തുകൊണ്ടാണ് മോദി മാധ്യമങ്ങളെ ഭയക്കുന്നത്? 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം രാജ്യത്തെ മാധ്യമങ്ങൾ മോദിയെ ഒരു വില്ലനായിട്ടാണ് കണക്കാക്കുന്നത്. മോദിക്ക് വിസ നിഷേധിച്ച രാജ്യമാണ് അമേരിക്ക. മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആ അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ സ്വന്തം നാടായ അഹമ്മദാബാദിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും സ്വീകരിച്ചതും രാജ്യം കണ്ടതാണ്. 2012 മോദി അധികാരത്തിലെത്തിയത് ഒരു മാധ്യമത്തിന്റെയും പിന്തുണ കൊണ്ടല്ല. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം NDTV അടക്കമുള്ള മാധ്യമങ്ങളിൽ റെയ്ഡ് നടന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സർക്കാരിനെതിരെ സംസാരിക്കുന്ന ഒട്ടുമിക്ക മാധ്യമങ്ങളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഗുജറാത്ത് കലാപം ഡോക്യുമെന്ററി ചെയ്ത മുംബൈയിലെ BBC ഓഫീസ് പൂട്ടിച്ചതും നമ്മൾ കണ്ടതാണ്. ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടണം. അത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ വിമർശനങ്ങളും ചോദ്യങ്ങളെയും ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിടുന്നത് ഭയമായിട്ടല്ല, മറിച്ച് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമായി കാണാൻ ഭരണാധികാരികൾക്ക് കഴിയണം.